നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ. സ്വീകരണ പഠനം അസുബൽ, അഡ്വാൻസ് ഓർഗനൈസർ, പ്രതിക്രിയാധ്യാപനം, അനുഭവാധിഷ്ഠിത പഠനം, ആശയ ചിത്രീകരണം, പഠന ക്രമീകരണ ശ്രേണി, ഗാഗ്നെ. സ്വീകരണ പഠനം അസുബൽ. അസുബലിൻ്റെ പഠന സിദ്ധാന്തം അറിയപ്പെടുന്നത് സ്വീകരണ പഠനം റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ അർത്ഥപൂർണമായ ഭാഷാപര പഠനം മീനിങ് വെർബൽ ലേണിംഗ് എന്നിങ്ങനെയാണ്. അസുബൽ ഊന്നൽ നൽകുന്ന പ്രധാന സഞ്ചകൾ: ഭാഷാപര പഠനം വെർബൽ ലേണിംഗ്, സ്വീകരണ പഠനം റിസപ്ഷൻ ലേണിംഗ്, വിശദീകരണ പഠനം എക്സ്പോസിറ്ററി ലേണിംഗ്. വിജ്ഞാനം സുതാര്യമായ പ്രതിപാദനത്തിനുള്ള ശേഷി പുഷ്ടിപ്പെടുത്തുകയും ബോധനം കാര്യക്ഷമമായി നിർവഹിച്ച് അർത്ഥപൂർണമാക്കുന്നതാണ് സ്വീകരണ പഠനം. വിജ്ഞാനം സ്വീകരിക്കാനും സ്വാംശീകരിക്കാനും സഹായകമാകുന്നത് ഭാഷാപര പഠനത്തിലൂടെയാണ്. കണ്ടെത്തൽ പഠനത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് ആവശ്യത്തിലധികം ഊന്നൽ നൽകുന്നതാണ് വിശദീകരണ പഠനം. പഠിതാവ് വിവരങ്ങളെ സ്വീകരിക്കുന്ന രീതിയെയും സംസ്കരിക്കുന്ന രീതിയെയും ആശ്രയിച്ചിരിക്കുന്നതാണ് പഠനത്തിൻ്റെ ഗുണനിലവാരം. മനഃപാഠമാക്കൽ പഠിതാക്കളുടെ വിജ്ഞാനാർജന ശേഷികളെ നശിപ്പിക്കുന്നതിനും സ്വീകരിക്കുന്ന വിജ്ഞാനം മറന്നു പോകുന്നതിനും ഇടവരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയത് അസുബലാണ്. അസുബലിൻ്റെ അഭിപ്രായത്തിൽ അർത്ഥപൂർണമായ ഭാഷാ പഠനം സാധ്യമാകണമെങ്കിൽ ആശ്രയിക്കേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ്: 1. പഠിതാവിൻ്റെ വൈജ്ഞാനിക ഘടനയും വിജ്ഞാനശാഖയുടെ ഘടനയും, കൊഗ്നിറ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ലേണർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ഡിസിപ്ലിൻ. 2. അഡ്വാൻസ് ഓർഗനൈസർ. 3. ക്രമാനുഗത വിശ്ലേഷണവും ഉത്ഗ്രന്ഥനം വഴിയുള്ള സമായോജനവും, പ്രോഗ്രസീവ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ. ഓരോ വ്യക്തിയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുന്ന വിജ്ഞാനത്തിൻ്റെ സുസംഘടിത സംഘാടനമാണ് വൈജ്ഞാനിക ഘടന. അഡ്വാൻസ് ഓർഗനൈസർ. അർത്ഥപൂർണമായ ഭാഷാപര പഠനം എങ്ങനെ നിർവഹിക്കണമെന്ന് വിശദമാക്കാൻ വേണ്ടി അസുബൽ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാന ധാരണയാണ് അഡ്വാൻസ് ഓർഗനൈസർ. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ ധർമ്മങ്ങൾ: പുതിയ പാഠ്യവസ്തുക്കളെ മുൻപ് പഠിപ്പിച്ച പാഠ്യവസ്തുക്കളുമായി ബന്ധിപ്പിക്കുന്നു. പുതിയ പാഠ്യവസ്തുക്കളുമായി ബന്ധപ്പെടുത്താൻ വേണ്ടി പ്രസക്ത മുന്നറിവുകൾ പഠിതാക്കൾ പുനഃസ്മരിക്കുന്നു. പാഠ്യവസ്തുക്കളിലെ പുതിയതും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അവതരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഊന്നൽ നൽകുക വഴി വൈജ്ഞാനിക ഘടന സുസംഘടിതമാക്കുന്നു. ക്രമാനുഗത വിശ്ലേഷണവും ഉത്ഗ്രന്ഥനം വഴിയുള്ള സമായോജനവും. അർത്ഥപൂർണമായ വിജ്ഞാന ശകലങ്ങൾ പഠിതാവിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട ക്രമമാണ് ക്രമാനുഗത വിശ്ലേഷണം. ഉത്ഗ്രന്ഥനം വഴിയുള്ള സമായോജനം പുതിയ ധാരണകളെയും വിവരങ്ങളെയും ബോധപൂർവം മുന്നറിവുമായി ശൃംഖലനം ചെയ്യുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്നു. പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിനു വേണ്ടി വൈഗോസ്കി ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ്. ഒരു പഠന സംഘം രൂപീകരിക്കുകയും അധ്യാപകനോ ധാരണാ നിലവാരത്തിൽ മുന്നാക്കക്കാരായ കുട്ടികളോ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്നു. പ്രതിക്രിയാധ്യാപനത്തിലെ 4 ഘട്ടങ്ങളാണ്: ചോദ്യം ചോദിക്കൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ്, സംഗ്രഹിക്കൽ അല്ലെങ്കിൽ സമ്മറൈസിങ്, വിശദീകരിക്കൽ അല്ലെങ്കിൽ എക്സ്പ്ലൈനിങ്, പ്രവചിക്കൽ അല്ലെങ്കിൽ പ്രിഡിക്റ്റിംഗ്. അനുഭവാധിഷ്ഠിത പഠനം എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അനുഭവാധിഷ്ഠിത പഠനം പഠിതാവിനെ അനുഭവങ്ങളിലേക്ക് ആഴ്ത്തുകയും പഠിതാവിലുണ്ടാകുന്ന പ്രതിഫലനങ്ങളെ പുതിയ നൈപുണ്യങ്ങളും മനോഭാവങ്ങളും ചിന്താരീതിയും രൂപപ്പെടാൻ ഉതകുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു.
അനുഭവങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അറിവ് ഉളവാകുന്ന പ്രക്രിയയാണ് പഠനം എന്നഭിപ്രായപ്പെട്ടത് ഡേവിഡ് എ ക്ലോബാണ് 1984. കോൾബിൻ്റെ അനുഭവാധിഷ്ഠിത പഠനത്തിൽ 4 സുപ്രധാന ഘട്ടങ്ങളുണ്ട്. ഈ ഘട്ടങ്ങളെ അനുഭവാധിഷ്ഠിത പഠനം ചക്രമായി ക്രമീകരിക്കാം. മൂർത്താനുഭവങ്ങൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ഫീലിംഗ്, പ്രതിഫലനാത്മക നിരീക്ഷണം റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ വാച്ചിങ്, അമൂർത്തമായ ആശയരൂപീകരണം അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ അല്ലെങ്കിൽ തിങ്കിങ്, സജീവ പരീക്ഷണം ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഡൂയിങ്. മൂർത്താനുഭവങ്ങൾ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അമൂർത്തമായ ആശയരൂപീകരണം അബ്സ്ട്രാക്ട് കൺസെപ്ച്വലൈസേഷൻ അനുഭവത്തിൻ്റെ പ്രതിഫലനത്തിലൂടെ ആശയങ്ങൾ രൂപീകരിക്കപ്പെടുന്നു. പ്രതിഫലാത്മക നിരീക്ഷണം റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ചെയ്തും ചെയ്യാൻ ശ്രമിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും അവലോകനം ചെയ്യുന്നു അല്ലെങ്കിൽ പ്രതിഫലാത്മകമായി ചിന്തിക്കുന്നു. സജീവ പരീക്ഷണം ആക്റ്റീവ് എക്സ്പെരിമെൻറ്റേഷൻ നേടിയ അറിവുകൾ പ്രയോഗിക്കുന്നു, വിശകലനം ചെയ്യുന്നു. സംഭാവ്യത പ്രവചിക്കാനും ചെയ്ത കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുമുള്ള നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും സാധിക്കുന്നു. അനുഭവാധിഷ്ഠിത പഠനരീതികളെ പൊതുവെ 2 തരംതിരിക്കാം. ക്ലാസ് റൂം അധിഷ്ഠിത പഠനരീതികൾ എന്നും ഫീൽഡ് അധിഷ്ഠിത പഠനരീതികൾ എന്നും. ക്ലാസ് റൂം അധിഷ്ഠിത പഠനരീതികൾ റോൾ പ്ലേ, കേസ് സ്റ്റഡികൾ, സിമുലേഷൻ. ഫീൽഡ് അധിഷ്ഠിത പഠനരീതികൾ ഇൻറ്റേൺഷിപ്പ്, പ്രായോഗിക അനുഭവങ്ങൾ, സേവന പഠനം അല്ലെങ്കിൽ സർവീസ് ലേണിംഗ്. കൊടുക്കൽ വാങ്ങലിലൂടെ വളരുന്ന വിജ്ഞാനം കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി. പഠിതാവ് തൻ്റെ യഥാർത്ഥ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിവ് നിർമ്മിച്ചെടുക്കുന്നതിനെയാണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി പ്രതിപാദിക്കുന്നത്. അനുഗുണമായ സാമൂഹിക പരിസരങ്ങളിൽ നിന്നും പഠനം ഉരുത്തിരിയുന്നു. സിറ്റുവേറ്റഡ് ലേണിംഗ്. ജീൻ ലവ്, എറ്റൺ വെങ്കർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പമാണ് സിറ്റുവേറ്റഡ് ലേണിംഗ്. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹിക സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയത്തിലാണ് ഈ സങ്കല്പത്തിൻ്റെ അടിത്തറ. ജ്ഞാനാത്മക പരിശീലന പ്രക്രിയ മാതൃക കോഗ്നിറ്റീവ് അപ്രീസിയേഷൻഷിപ്പ്. കൂടുതൽ വൈദഗ്ധ്യമുള്ള ഒരാളുടെ കീഴിൽ നിന്നുകൊണ്ട് ഒരു പഠിതാവ് ചിന്താ നൈപുണ്യയിലൂടെ അതീതമായ ചിന്താ നൈപുണ്യയിലൂടെയും പരിശീലനം നേടുന്ന പ്രക്രിയയാണ്. തെളിയിക്കൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തൽ ഡെമോൺസ്ട്രേഷൻ, കൈത്താങ്ങ് സ്കഫോൾഡിംഗ് നൽകൽ എന്നിവയാണ് ഇതിലെ അടിസ്ഥാന പ്രക്രിയകൾ. ഈ രീതി പൊതുവെ മാതൃക നൽകൽ അല്ലെങ്കിൽ മോഡലിംഗ്, കൈത്താങ്ങ് നൽകിയുള്ള തീവ്ര പരിശീലനം കോച്ചിങ്, പ്രതിഫലനം റിഫ്ലക്ഷൻ, അപഗ്രഥനവും നിലനിർണ്ണയവും അനാലിസിസ് ആൻഡ് അസസ്മെൻറ്റ്, സ്വയം കണ്ടെത്തൽ എന്നീ പ്രക്രിയാഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ആശയ ചിത്രീകരണം അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പിംഗ്. ആശയ ചിത്രീകരണം എന്ന ആശയം വികസിപ്പിച്ചത് ജോസഫ് ഡി നൊവാക്ക് ആണ്. 1970 ജോസഫ് ഡി നൊവാക്കും ഗവേഷണ സംഘവും ചേർന്ന് ആശയ ചിത്രീകരണം കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന സങ്കേതം വികസിപ്പിച്ചു. ജോസഫ് ഡി നൊവാക്ക് വികസിപ്പിച്ച ആശയ ചിത്രീകരണം അറിവിനെ ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കാൻ സഹായകമാണ്. ഇവിടെ ആശയങ്ങളും ഉപാശയങ്ങളും തമ്മിൽ രേഖകൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുകയും അവ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുവാൻ സഹായിക്കുന്ന വാക്കുകൾ, ഘടകപദങ്ങൾ, ലിങ്കിങ് വേർഡ്സ് രേഖയ്ക്ക് സമീപം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ആശയ ചിത്രീകരണത്തിൽ ആദ്യം പ്രധാന ആശയവും തുടർന്ന് ഉപാശയങ്ങളും എന്ന ക്രമം പാലിക്കുന്നു. അതായത് ആദ്യം സ്ഥൂലമായ അല്ലെങ്കിൽ ജനറൽ ആശയങ്ങളും തുടർന്ന് സൂക്ഷ്മമായ സ്പെസിഫിക് ആശയങ്ങളും നൽകുന്നു. ഒരേ സമയം പഠനത്തിനും വിലയിരുത്തലിനും ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ് ആശയ ചിത്രീകരണം. പഠന ക്രമീകരണ ശ്രേണി ഹൈറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നെ. പഠന പ്രക്രിയയെ അപഗ്രഥിച്ച് അവയെ സങ്കീർണതയ്ക്കനുസൃതമായി ക്രമീകരിക്കുന്ന പഠന പദ്ധതിയാണ് പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണി ഹൈറാർക്കി ഓഫ് ലേണിംഗ്. പഠനത്തിൻ്റെ ക്രമീകരണ ശ്രേണിക്ക് രൂപം നൽകിയത് ഗാഗ്നെ ആണ്.
ഈ ശ്രേണി അനുസരിച്ച് സംയുത പഠനം അല്ലെങ്കിൽ സിഗ്നൽ ലേണിംഗ്, ചോദക പ്രതികരണ പഠനം സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ശ്രേണി പഠനം ചെയിനിങ്, വചന സഹചരത്വം വെർബൽ അസോസിയേഷൻ, ബഹുമുഖ വിവേചനം മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, സംപ്രത്യാ പഠനം കോൺസെപ്റ്റ് ലേണിംഗ്, തത്വപഠനം പ്രിൻസിപ്പിൾ ലേണിംഗ്, പ്രശ്ന പരിഹരണം പ്രോബ്ലം സോൾവിംഗ് എന്നീ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.